വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പാലൂടയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാലൂട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സോസ് പാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കുഴിയുള്ള പാത്രം എടുത്താൽ മതി. ഇതുപോലെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ, എന്നാൽ നന്നായിട്ട് ഉള്ളി മൂത്ത് നല്ല കളറ് ചേഞ്ചായി വരുള്ളൂ. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉള്ളി നല്ല മൂത്ത് കളറ് ചേഞ്ചായി വരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഉള്ളി ഇട്ടാൽ പിന്നെ അതിൻ്റെ കൂടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബദാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കപ്പലണ്ടി ആയാലും മതി. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബദാമും ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് വന്നിട്ടുണ്ട് ബദാമിൻ്റെ. ഇനി ലാസ്റ്റ് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളർ ചേഞ്ചായി വരുന്നവരെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പാലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാല് മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മൈദാമാവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇതിനായിട്ട് വേണം. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ മൈദാമാവിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഈ മൈദാമാവ് ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദാമാവിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാൻ പാടില്ല. കട്ടയില്ലാതെ നല്ല ക്രീം ആവുന്നവരെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ എടുക്കണം. ഇതുപോലെ കിട്ടണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത സെയിം സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ലിറ്റർ പാല് ഒഴിച്ചു. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് പാൽ ചൂടാവണം. പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് രണ്ടും ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മൈദാമാവിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൈദാമാവിൻ്റെ മിക്സ് ഒഴിച്ചാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്രീമിയായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നിർത്താനേ പാടില്ല. അപ്പം ഇത് പതിയെ പതിയെ തിക്കായിട്ട് വരും. ഇപ്പം നമ്മൾ ചൂടാക്കും തോറും ഈ മൈദാമാവിൻ്റെ മിക്സ് ഒഴിച്ചതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൈദാമാവ് എടുക്കുന്നത് ഒരിക്കലും കൂടിപ്പോകരുത്. ഒരുപാട് കൂടിപ്പോയാൽ ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈ എടുക്കാനേ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിനി ഏലക്ക ആയിട്ടാണ് ഇടുന്നതെങ്കിൽ ഒരു 5 ഏലക്കയോളം ഇടേണ്ടി വരും. 5 അല്ലെങ്കിൽ 6 ഏലക്ക. അപ്പോൾ ഏലക്കാപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൽ കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ബദാമും ഉണക്കമുന്തിരിയും ചേർത്ത ആ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ആ കൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തും കൂടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും. കുങ്കുമപ്പൂ ഇടണമെന്നൊരു നിർബന്ധമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല മണമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്